കനത്ത മഴയും ശക്തമായ കാറ്റും മലയോരത്തെ കർഷകരിൽ പലരുടെയും മികച്ച വിളവ് എന്ന സ്വപ്നമാണ് തല്ലിക്കെടുത്തിയത്. റബ്ബറും തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്കൊപ്പം വിളവെടുക്കാൻ പാകമായ ഗ്രീഷ്മകാല വിളകളും നശിച്ചവയിൽപ്പെടുന്നു. വാഴയും ചേമ്പും ചേനയും കപ്പയും പോലുള്ള വിളകൾ നശിച്ചതുമൂലം ചെറുകിട കർഷകർക്കുണ്ടായത് 10,000-കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ചെറുപുഴ വയലായിലെ അഴകത്ത് രാജു എന്ന കർഷകന്റെ വാഴത്തോട്ടം ഒന്നാകെയാണ് കാറ്റടിച്ച് ഇല്ലാതായത്. 24-ാം തീയതി രാത്രിക്കത്തെ കാറ്റിനാണ് ഈ വാഴയൊക്കെ പോയേക്കുന്നത്. 150 ചോട് വാഴയുണ്ട്. അതിൽ എല്ലാം 2 വാഴ വിത്ത് വീതം വെച്ചതാണ്. അപ്പം ഒരു 250-ന് മേളിൽ വാഴ ഉണ്ട്. അതിലൊരു 150-ഓളം പോയിട്ടുണ്ട്. കുലച്ചത് ഒരു 100-ഓളം പോയിട്ടുണ്ട്. കുലയ്ക്കാത്തത് ഒരു 50 പിന്നെ ചേന അങ്ങനത്തെ സാധനങ്ങളും പോയിട്ടുണ്ട്. ശക്തമായ കാറ്റായിരുന്നു. രാത്രിയിലായിരുന്നു. ഇവിടെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് ഇവിടെ ലൈനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാം പോയി കിടക്കുക. സാധാരണ വാഴയ്ക്ക് കുലയ്ക്കാറാകുമ്പോൾ താങ്ങൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കഴിഞ്ഞ ഒരാവശ്യം ഇല്ലായിരുന്നു. കഴിഞ്ഞ പോലെ അങ്ങനെ ഒരാവശ്യം ഇല്ലായിരുന്നു. ഒന്നും താങ്ങൊന്നും കൊടുത്തില്ല. എല്ലാം നല്ല ശരാശരി 15-16 കിലോ ഉള്ള കൊല കിട്ടിയായിരുന്നു. പ്രാവശ്യം ഇങ്ങനെയായിപ്പോയി. പഞ്ചായത്ത് അവരൊക്കെ വന്നു. കൃഷിഭവനിൽ നിന്ന് വന്നായിരുന്നു. ജോയിസി മെമ്പറോട് ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിക്കകത്ത് വരാമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നു കണ്ടില്ല. പിന്നെ കൃഷി ഓഫീസർ വന്ന് റിപ്പോർട്ടും കൊടുത്തു. നമ്മൾ ക്ലെയിം ഫയൽ ചെയ്തിട്ടുണ്ട്. വിളവെടുക്കാൻ കാത്തിരിക്കെയാണ് അപ്രതീക്ഷിതമായി വീശിയടിച്ച കാറ്റിൽ അഴകത്ത് രാജുവിൻ്റെ നേന്ത്രവാഴത്തോട്ടം ഒന്നാകെ ഇല്ലാതായത്. 150ഓളം വാഴകൾ ഒഴിഞ്ഞ് നിലം പതിച്ചു. കഴിഞ്ഞ 2 വർഷവും മികച്ച വിളവ് ലഭിച്ച വാഴത്തോട്ടമായിരുന്നു ഇത്. കഴിഞ്ഞ സീസണിലൊന്നും കാലവർഷക്കാറ്റ് രൂക്ഷമല്ലാതിരുന്നതിനാൽ ഇപ്രാവശ്യവും വാഴകൾക്ക് പ്രത്യേക താങ്ങ് കൊടുത്തിരുന്നില്ല. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചാണ് കാറ്റ് വീശിയത്. വിളനാശം കൃഷിവകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മതിയായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല. പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് വാഴകൾ നട്ടുപിടിപ്പിച്ചത്. ഇപ്രാവശ്യത്തെ കടുത്ത വേനലിൽ മതിയായ തോതിൽ ജലസേചനം നടത്തിയാണ് വാഴകൾ വളർത്തിയെടുത്തത്. മികച്ച വിളവും വിലയും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെയാണ് വാഴകളെല്ലാം കാറ്റെടുത്ത് നശിപ്പിച്ചത്. മഴക്കെടുതി ഇദ്ദേഹത്തെ പോലെ ഒരുപാട് കർഷകരുടെ പ്രതീക്ഷകളാണ് തല്ലിക്കെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.